ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് ലോണിന് വേണ്ടി ചെല്ലുമ്പോൾ നൂറുകണക്കിന് നൂലാമാലകളാണ് ബാങ്കുകൾ പറയാറുള്ളത്. നമുക്കറിയാം, നമ്മൾ മുദ്രാ ലോണിനെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുമ്പോഴും ഒക്കെ അതിനകത്ത് പലതരത്തിലുള്ള കംപ്ലൈന്റ്സ് വരാറുണ്ട്. അപ്പോൾ നമുക്ക് കുറഞ്ഞ പലിശയ്ക്ക് അല്ലാതെ ഒരു ചെറുകിട ബിസിനസ് തുടങ്ങാൻ വേണ്ടി എങ്ങനെ ലോൺ എടുക്കാം, അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിരവധിയാണ്, അതിനുവേണ്ടി ഒരു ലോൺ എടുക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത് പേഴ്സണൽ ലോണാണ്, കുറഞ്ഞ പലിശ നിരക്കിൽ ലഭിക്കുന്ന ലോണാണ്. എവിടെ അപേക്ഷിക്കണം, എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഏത് ബാങ്കാണ് നൽകുന്നത് എന്നും പറയുന്നുണ്ട്. നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ ഈ ചെറിയ തുകകൾ ഇവിടെ നിന്ന് പേഴ്സണൽ ലോണായിട്ട് എടുത്ത് നമ്മളുടെ ബിസിനസ് സെറ്റപ്പ് ചെയ്യാം. വിജയിച്ചു വരുമ്പോൾ ആ പേഴ്സണൽ ലോൺ അടച്ചു തീർത്തു കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് നമ്മളുടേതായി. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ജസ്റ്റ് ഒരു ഐഡിയ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തിക ആവശ്യങ്ങൾ വരാറുണ്ട്. ഇത് നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നത് അപ്രതീക്ഷിതമല്ല, നമ്മൾ പ്രീ പ്ലാൻഡ് ആണ്. നമുക്കൊരു ബിസിനസ് തുടങ്ങണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ലോൺ വേണം. ബാങ്കുകളെ ആശ്രയിക്കും. ബാങ്കുകൾ 100 കാര്യങ്ങൾ പറയും. അത് പലതും പലരെ കൊണ്ട് ചെയ്യാൻ പറ്റാറില്ല, ഫുൾഫിൽ ചെയ്യാൻ പറ്റാറില്ല. ചിലർക്കൊക്കെ അത് മനസ്സിലാകാറുമില്ല. അതുകൊണ്ട് അതിന് പകരമുള്ള ഒരു സെറ്റപ്പാണ് ഞാനിവിടെ പറയുന്നത്. ഈ ഒരു വായ്പകൾക്ക് മറ്റുള്ള വായ്പകളെ അപേക്ഷിച്ച് കുറഞ്ഞ രേഖകൾ മതിയാകും. ഇവിടെ സാധാരണ ബാങ്കുകൾക്ക് ഇത്തരത്തിലുള്ള ലോണുകൾക്ക്, പേഴ്സണൽ ലോണിന് നല്ല പലിശ കൊടുക്കണം. എന്നാൽ ചില ബാങ്കുകൾ കുറഞ്ഞ പലിശ നിരക്കിലും ഇത്തരത്തിലുള്ള വായ്പകൾ നൽകുന്നുണ്ട്. ഈ വർഷം, അതായത് 2025 കുറഞ്ഞ പലിശ നിരക്കിൽ പേഴ്സണൽ ലോണുകൾ നൽകുന്ന ബാങ്കുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ലോണുകൾക്ക് അപേക്ഷിക്കാനായിട്ട് നമ്മളുടെ പാൻ കാർഡ് ഉണ്ടായിരിക്കണം. കുറഞ്ഞ സമയത്തിനുള്ളിൽ പൈസ ലഭിക്കും. നമുക്ക് കുറഞ്ഞ പലിശയുള്ള ലോണാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ആദ്യത്തേത് HDFC ബാങ്ക് ആണ്. പരമാവധി തുക ഇവിടെ ലഭിക്കുന്നത് 40 ലക്ഷം രൂപ വരെയാണ്. 10.85% നിരക്ക് മുതൽ പലിശ ഉണ്ടായിരിക്കും. 6500 രൂപയുടെ ഒരു പ്രോസസിംഗ് ഫീസ് നമ്മൾ അപേക്ഷിക്കുമ്പോൾ തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. 6 വർഷം വരെ ഈ ലോണ് തിരിച്ചടയ്ക്കാൻ ഉള്ള സമയം നമുക്ക് കിട്ടും. രണ്ടാമത്തേത് ICICI ബാങ്ക് ആണ്. 50 ലക്ഷം രൂപ വരെ പരമാവധി നമുക്ക് ലഭിക്കും. പലിശ ശതമാനം വരുന്നത് 10.85% മുതലാണ് വരുന്നത്. കൂടാതെ ലോൺ തുകയുടെ 2% വരെ പ്രോസസിംഗ് ഫീസും ഈടാക്കും. അതായത് 1 ലക്ഷം രൂപയ്ക്ക് 2000 രൂപ പ്രോസസിംഗ് ഫീസ് ഇവർ എടുക്കാറുണ്ട്. 6 വർഷം വരെ ഇവരും തരുന്നുണ്ട് ലോൺ അടച്ചു തീർക്കാനുള്ള കാലാവധി. മൂന്നാമത്തത് ഇന്ത്യൻ ബാങ്ക് ആണ്. നിങ്ങൾക്ക് എത്രയാണോ ശമ്പളം അതിന്റെ 20 മടങ്ങ് വരെയാണ് ഇവർ തരുന്ന പരമാവധി പേഴ്സണൽ ലോൺ. പലിശയായിട്ട് ഇവർ മേടിക്കുന്നത് 10.85% മുതൽ 16.10% വരെയാണ് ഈടാക്കുന്നത്. പിന്നെ ലോൺ തുകയുടെ 1% പ്രോസസിംഗ് ഫീ ആയിട്ട് വാങ്ങും. 2 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ 2000 രൂപ പ്രോസസിംഗ് ഫീ ആയിട്ട് ഇവർ വാങ്ങിക്കും. 7 വർഷം വരെ നമുക്ക് ഇത് തിരിച്ചടയ്ക്കാം. അടുത്തതാണ് കാനറ ബാങ്ക്. 10 ലക്ഷം വരെ നിങ്ങൾക്ക് ഇതിൽ വായ്പ ലഭിക്കും. 10.95% മുതൽ 16.40% വരെയാണ് ഇവിടുത്തെ പലിശ നിരക്ക് വരുന്നത്. ലോണിന് അപേക്ഷിക്കുമ്പോൾ ലോൺ തുകയുടെ 0.50%, അതായത് 0.5% പ്രോസസിംഗ് ഫീസ് ഉണ്ട്. 7 വർഷം വരെയാണ് ഇവിടുത്തെയും വായ്പ കാലാവധി. അടുത്തത് IDFC ബാങ്ക്. പരമാവധി ലഭിക്കുന്നത് 10 ലക്ഷം രൂപ വരെയാണ്. പലിശ 10.99% മുതൽ 23.99% വരെ ഈടാക്കുന്നുണ്ട്. ലോൺ തുകയുടെ 2% പ്രോസസിംഗ് ഫീസ് ഇവർ എടുക്കും. 5 വർഷം വരെ നമുക്കിത് തിരിച്ചടയ്ക്കാൻ പറ്റും. അടുത്തത് ബാങ്ക് ഓഫ് ബറോദയാണ്. ഇവിടെ നമുക്ക് 20 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. 11.05% മുതൽ 18.75% വരെ നിരക്കിലാണ് ഇവിടെ വായ്പയുടെ പലിശ ഇവർ ഈടാക്കുന്നത്. ലോൺ തുകയുടെ 2% വരെ പ്രോസസിംഗ് ഫീസ് ഇവർ ഈടാക്കുന്നുണ്ട്. 7 വർഷം വരെ നമുക്കിവിടെ സമയം ലഭിക്കും. അടുത്തത് ആക്സിസ് ബാങ്ക് ആണ്. 10 ലക്ഷം രൂപ വരെയാണ് ഇവിടെ കിട്ടുന്ന ലോൺ എമൗണ്ട്. 11.25% മുതൽ പലിശ ചുമത്തുന്നുണ്ട്. മാക്സിമം അവർ പറഞ്ഞിട്ടില്ല. ലോൺ തുകയുടെ 2% വരെ പ്രോസസിംഗ് ഫീസ് ഇവർക്ക് കൊടുക്കേണ്ടി വരും. 5 വർഷം വരെയാണ് ഇവരുടെ ഈ കാലാവധി. പിന്നെ വരുന്നത് യെസ് ബാങ്ക് ആണ്. ഇവിടെ നമുക്ക് 40 ലക്ഷം രൂപ വരെ വായ്പ എടുക്കാം. പലിശ 11.25% മുതൽ 21% വരെയാണ് ഇവർ ഈടാക്കുന്നത്. കൂടാതെ പ്രോസസിംഗ് ഫീസും നമ്മൾ നൽകണം. ലോൺ തുകയുടെ 2.5% വരെ ആയിരിക്കും പ്രോസസിംഗ് ഫീസ്. നമ്മുടെ വായ്പയുടെ കാലാവധി 5 വർഷമാണ്. അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ്.
20 ലക്ഷം രൂപ വരെ ഇവർ ലോൺ തരുന്നുണ്ട്. 11.40% മുതൽ 17.95% വരെ പലിശ ഇവർ ഈടാക്കുന്നുണ്ട്. പിന്നെ പ്രോസസിംഗ് ഫീസ് ഇവരും ഈടാക്കുന്നുണ്ട് 1%. അതായത് ലോൺ എടുക്കുന്ന തുകയുടെ 1% നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. 7 വർഷം വരെ വായ്പാ കാലാവധി ഇവർ നമുക്ക് നൽകും. അടുത്തത് SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 35 ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ ലഭിക്കും. 11.45% മുതൽ 14.85% വരെ ഉള്ള നിരക്കിലാണ് ഇവർ പലിശ എടുക്കുന്നത്. ഇവിടെ പ്രോസസിംഗ് ഫീസ് ഇല്ല, അതൊരു വലിയ കാര്യമാണ്. ഇവിടെ 7 വർഷം വരെയാണ് വായ്പാ കാലാവധി വരുന്നത്. ഇങ്ങനെയുള്ള വായ്പകൾ, കുറഞ്ഞ പലിശ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നും. പക്ഷെ ഇത് എടുക്കുമ്പോൾ അടയ്ക്കാനുള്ള സോഴ്സ് കൃത്യമായിട്ട് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അത് കൂടാതെ തന്നെ ഇങ്ങനെയുള്ള ലോണുകൾ എടുക്കാതിരിക്കലാണ് ബുദ്ധി എന്നുകൂടെ പറയുന്നു. പിന്നെ നിങ്ങളുടെ ബിസിനസ്സിന്, സ്റ്റാർട്ടപ്പിന് നിങ്ങൾക്ക് ഒരു ലോൺ കൂടിയേ മതിയാകൂ. അത് കിട്ടിയാൽ നിങ്ങൾ വിജയിക്കുമെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും 150% വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോണിലേക്ക് പോകാവുന്നതാണ്. ഇല്ലെങ്കിൽ ഈ ലോൺ എടുക്കരുത് എന്നേ ഞങ്ങൾ പറയും. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.